എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു സന്ധ്യയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഓയിൽ നമ്മുടെ കുഞ്ഞു മക്കൾക്കും അതുപോലെ തന്നെ വലിയവർക്കും നല്ലതാട്ടോ, ബോഡിക്കും സ്കിന്നിനും ഹെയറിനൊക്കെ നല്ല ഒരു ഓയിലാണ് ഉണ്ടാക്കിയെടുക്കണേ. നമുക്ക് കാണാം. ഈ ഓയിൽ ഉണ്ടാക്കിയെടുക്കണ തേങ്ങാപ്പാലിലാട്ടോ. അപ്പോൾ ഞാനൊരു 6 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതാ, അപ്പോൾ അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറു ചൂട് വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞെടുത്തു. ഇതാ, ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറയാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഞാൻ ഇത് ഒറ്റയടിക്ക് ഉരുളിയിലേക്ക് ഒഴുക്കി വല്ലാട്ട് ചെയ്ത് കുറച്ചായിട്ട് വറ്റി വരുമ്പോൾ അങ്ങനെ ഞാൻ വറ്റിച്ചെടുത്ത് ഫുൾ ഇതിലൊന്ന് കൊള്ളിച്ചു. കണ്ടോ, ഇനിയും വേണം കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ മണിക്കൂറുകൾ വേണം. അത്രയ്ക്ക് ഗുണവും കൂടെ ഉള്ളത് ഒരു ഓയിലാണേ. ഞാൻ വിറകടുപ്പിലാണ് ഉണ്ടാക്കണത്. ഇത്തിരി താമസവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും ഒത്തിരി സമയം വേണം. ഇത്തിരി അല്പം ക്ഷമയോടുകൂടി ഇരുന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എണ്ണ കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് മക്കളൊക്കെ അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ കുളിപ്പിക്കാൻ വേണ്ടി ഒക്കെ ഇത് സൂപ്പറാട്ടോ. ഈ എണ്ണ ഉണ്ടാക്കി തേപ്പിക്കുവാണെങ്കിൽ നല്ല കളറിനും അതുപോലെ ഹെയർസിൻ്റെ ഗ്രോത്തിനും അങ്ങനെയെല്ലാം നല്ലതാട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യും, പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം. അതുപോലെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ല കേട്ടോ. നമ്മളിങ്ങനെ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തേങ്ങയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അല്പം നമ്മൾ തേങ്ങയൊക്കെ കയ്യിലെടുക്കുമ്പോൾ അല്പം എണ്ണമയൊക്കെ കയ്യിൽ പറ്റില്ല. അങ്ങനെയുള്ള ഇത്തിരി എണ്ണയൊക്കെയുള്ള തേങ്ങ നോക്കി സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഉണ്ടാക്കി കഷ്ടപ്പെടുന്നതിന് ഒരു ഗുണം ഉണ്ടാവില്ല കേട്ടോ. തിളച്ച് മറിയണുണ്ടോ, അതിൻ്റെ മേളിൽ നമ്മുടെ ഓയിൽ പതിയെ ഒന്ന് വറ്റി തന്നെ ഉള്ളൂ കേട്ടോ. കണ്ടോ, യെല്ലോ കളറിൽ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഇത് നമ്മുടെ ഓയിൽ പൊങ്ങി വരുന്ന കേട്ടോ. നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് കണ്ടോ. തിളയ്ക്കൊന്നും ഞാൻ ഇതിൻ്റെ അടുത്തിങ്ങനെ നിൽക്കണമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരു ഉരുളിയിലൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു 3/4 ഭാഗം വെച്ചാണ് വറ്റി വരുമ്പോൾ ഞാനങ്ങ് വീണ്ടും ഒഴിച്ചു കൊടുക്കും. അല്ലാണ്ട് ഫുള്ളങ്ങ് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് തിളച്ച് പോകും കേട്ടോ. കണ്ടോ, ഓയിലൊക്കെ ഇങ്ങനെ ഇനിയും ഉണ്ട് കേട്ടോ. ഇനിയും മണിക്കൂറുകളെടുക്കും. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് ഇളക്കിയിട്ട് കൊടുക്കും. പെട്ടെന്ന് എണ്ണ വെന്തെടുക്കാമെന്ന് കരുതിയാൽ നടക്കില്ല കേട്ടോ. പെട്ടെന്ന് വേവാൻ പറ്റിയ എണ്ണയല്ല അത് ആ മാതിരി ഗുണമുണ്ടെങ്കിൽ ആ മാതിരി നമുക്ക് കഷ്ടപ്പാടുമുണ്ട്. അപ്പം അങ്ങനെ ഒരു ഓയിലാണ്. ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ പറയാം. ഇങ്ങനെ ഇളക്കുമ്പോഴാണെങ്കിൽ യെല്ലോയിഷ് കളറിൽ ഓയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കണുണ്ടോ. ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു 6 തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല ഓയിലൊക്കെ ഉള്ള തേങ്ങയാണ് എടുത്തേക്കണം. പിന്നെ ഇതിന് മഞ്ഞൾ നമ്മൾ ബോഡിയിൽ തേക്കാനാണെങ്കിൽ നല്ല പച്ചമഞ്ഞളില്ലേ, പച്ചമഞ്ഞൾ. പിന്നെ ഹെയറിൽ തേക്കാനാണെങ്കിൽ നമ്മൾക്ക് കയ്യുണ്ണി, ഓക്കെ, കയ്യുണ്ണി. മഞ്ഞളിൻ്റെ പൊടിയൊന്നും പോരാ കേട്ടോ, പച്ചമഞ്ഞൾ വേണം. അപ്പോൾ നമ്മൾ ഹെയറിലോ ബോഡിയിലോ തേക്കാനുള്ള അത് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ദെൻ ഈ ഒരു പാകം എത്തുമ്പോൾ നമ്മുടെ മഞ്ഞളൊക്കെ ആണെങ്കിൽ ബോഡിയിൽ തേക്കാനുള്ളതാണെങ്കിൽ, കുഞ്ഞു മക്കളുടെയൊക്കെ ആണെങ്കിൽ ബോഡിയിലൊക്കെ ഉണ്ടായ കുഞ്ഞു മക്കളുടെയൊക്കെ ആണെങ്കിൽ ബോഡിയിലൊക്കെ തേക്കാനുള്ളതാണെങ്കിൽ ഇത് ഈ ഒരു പാകത്തിൽ മഞ്ഞൾ ചതച്ചങ്ങ് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാണെങ്കിലും മതി, അല്ലെങ്കിൽ ചതച്ചങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആ പാകമായിട്ട് വരുമ്പോൾ നമുക്ക് ഓയിലെടുക്കാം. അല്ലെങ്കിൽ ഹെയറിൽ തേക്കാനൊക്കെ ആണെങ്കിൽ കയ്യുണ്ണി, ഈ സമയത്ത് കയ്യുണ്ണിയത്തിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കാൻ മതി. എണ്ണ ഏകദേശം ഒരു യെല്ലോയിഷ് കളറായപ്പോഴത്തേക്കും ഞാൻ ഒരു സ്പൂൺ എടുത്ത് അത് ഊറ്റി എടുത്തു കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ കക്കം കുടിച്ച് ഫുൾ എണ്ണയൊക്കെ മിസ്സായി പോവുകയും നമ്മൾ കഷ്ടപ്പെട്ടതിനൊരു ഫലം ഉണ്ടാവില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.